അനന്തൻ എന്താ കഴിച്ചേ? ഒന്നും കഴിച്ചില്ല. അപ്പുക്കുട്ടൻ അനന്തനോടൊന്നും മിണ്ടാത്ത എന്താ? അനന്തന് ഇപ്പൊ സംസാരിക്കാനും പരിചരിക്കാനും ആളുകളുണ്ടല്ലോ. എന്ത് വിചാരിച്ച അങ്ങനെ പറഞ്ഞത്? അപ്പുക്കുട്ടന് അസുഖം വന്നാലും ഞാൻ തന്നെയല്ലേ പരിചരിക്കേണ്ടത്? മായ അനന്തനുമായി അടുക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോ ലിസ്റ്റിംഗ് എഴുതാ. ഇനി കാര്യങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. എന്തേ? നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് മുതലാ നിനക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിപരമായ കാര്യം ഉണ്ടാകാൻ തുടങ്ങിയത്? ഇന്ന് മുതലാന്ന് കരുതിക്കോ. എടാ, ഒരു സുപ്രഭാതത്തിൽ കുറച്ച് കാശുണ്ടായെന്ന് കരുതി കൂടുതൽ അഹങ്കരിക്കല്ലേ? ഒക്കെ ദൈവം തന്നത്, അത് മറക്കണ്ട. എന്ത് ദൈവം? ഞാനും കൂടി കഷ്ടപ്പെട്ട തന്നെയാ. പിന്നെ ഒരു കാര്യം, എന്നെ ഒഴിവാക്കിയിട്ടെല്ലാം സ്വന്തമാക്കാം എന്ന് കരുതണ്ട. അങ്ങനെ ഇവിടെ ആരും കരുതിയിട്ടുമില്ല. ഒന്ന് നിർത്തൂ. ഇത്ര വേഗം നിങ്ങൾ തമ്മിൽ പിണങ്ങാൻ എന്താണ് കാരണം? ഞാനാണ് കാരണമെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എനിക്ക് വേണ്ടി ആരും എങ്ങോട്ടും പോണ്ട. അഞ്ചു മണിയായി. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-72 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംഭ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ, എന്റെ മോളായത്. ഓ, മോൾക്ക് എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. 1 or 2 പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്. 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രൂപ 40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ പറയുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ 2 പേരക്കുട്ടികളുണ്ടായിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളാരായ ഇങ്ങനെയൊക്കെ വേണം. രൂപ 40,000 അല്ലേ നഷ്ടമായത്. അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ അല്ലേ? എന്റെ 16ാമത്തെ വയസ്സില് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തില് അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം. ചേട്ടാ, ചായ. അമ്മയെ നമുക്ക് വേറെ ആരെങ്കിലും ഡോക്ടറെ കാണിക്കാം. നല്ല പനിയുണ്ട്. ഏതായാലും 2 ദിവസത്തെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കല്ലേ. കുറവില്ലെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ കാണിക്കാം. പാറയക്കാരനെ തോൽപ്പിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. അത് ശരിയാ. ഇവിടെ നിന്ന് കയറി വന്ന 2 പീറ പിള്ളേർ ഇവിടെ കിടന്ന് ചെത്തുന്നു. അവരുടെ മാസ്റ്റർ ബ്രെയിൻ അപുരുഷത്വൻ പിള്ളയാണ്. അയാളെ വകവരുത്താൻ CK വിചാരിച്ചാൽ നടക്കും. അവന്മാരെ ഞാൻ പിടിച്ചോണ്ട് വരാം. CK അറിയാതെ ഒരു ബിസിനസ് ഇവിടെ നടന്നിരുന്നില്ല. ഇപ്പോൾ CK അറിയാതാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. CKക്ക് ആവശ്യമുള്ളത് ഞാൻ തരുന്നില്ലേ? ഉവ്വ്, ചിക്കൻ തരുന്നുണ്ട്, റമ്മ് തരുന്നുണ്ട്. പിന്നെന്താ? നഗരത്തിൽ വിൽക്കാതിരിക്കുന്ന ഭൂമി മുഴുവനും നമുക്ക് തന്നെ കിട്ടണം. അതിനുവേണ്ടി CK തന്നെ ഇറങ്ങണം. CK ആരാണെന്ന് അവന്മാരെന്ന് അറിയട്ടെ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ വസ്തുവിന് ഞങ്ങൾ അഡ്വാൻസ് തന്നില്ലേ? അതൊക്കെ തിരിച്ചു തന്നേക്കാം. CKയുടെ കളി വേണ്ട. നിന്റെയൊക്കെ വീട്ടിൽ വന്നിട്ടും കണ്ടില്ല. നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ചു തന്നേക്കാം. കരാറിൽ ഒപ്പ് വെച്ചിട്ടൊന്നുമില്ലല്ലോ. കുറഞ്ഞ വിലക്ക് വസ്തു വയ്ക്കാൻ പറ്റില്ല. CK അഡ്വാൻസ് തന്നത് തിരിച്ചു വാങ്ങാനല്ല. നീയൊക്കെ പുരുഷോത്തമന്റെ ആൾക്കാർക്ക് വസ്തു കൊടുക്കുന്നു. എനിക്കൊന്ന് കാണണം. എടി പെണ്ണേ, കിടന്ന് കീറണ്ട. കുറെ ബെഞ്ചും ഡെസ്കും നിരത്തി വെച്ച് കുറെ പെണ്ണുങ്ങളും വെച്ച് നാട്ടുകാരുടെ വസ്തു മുഴുവൻ തട്ടിയെടുക്കാൻ മോഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വാടാ. ഹലോ, വെക്കിഴേ അവിടെ. നാട്ടിലെ ഭൂമി മുഴുവൻ ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങാനുള്ള കാശ് ഇവന്മാരുടെ കയ്യിലുണ്ടാവും എന്ന് വെച്ച് CK അഡ്വാൻസ് കൊടുത്ത വസ്തു വാങ്ങാനുള്ള ധൈര്യം നിനക്കുണ്ടോ? എങ്കിൽ എനിക്കത് അറിയണം. പുരുഷോത്തമുള്ള ബലം പ്രയോഗിച്ചും വരട്ടിയും ആരുടെ ഒന്നും വാങ്ങാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ വിൽസൺ പാറയക്കാരന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവന്മാരെന്തിനാ ഇവിടെ കയറി ഇറങ്ങുന്നതെന്ന് എനിക്കറിയണം. ഇനിയെങ്കിലും ഈ പണിയൊന്ന് നിർത്തിക്കൂടെ?
നിങ്ങളെ പെങ്ങളുടെ സ്വത്ത് വിറ്റ കാശല്ലേ അന്ന് നിങ്ങൾ ആ പാറക്കാരന് കൊണ്ട് കൊടുത്തത്? വർഷം എത്രയായി? ഇന്നിപ്പോൾ അവൻ കോടീശ്വരനാണ്. ഇന്നും നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും ചൂഷണം ചെയ്ത് അവൻ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളിന്ന് എവിടെ തന്നെ ആളായിരുന്നു? പാവം ആ പെങ്ങളും കുട്ടിയും ഏതോ വാടക വീട്ടിൽ താമസിക്കുക. പെണ്ണും കെട്ടാതെ വല്ലവനും വേണ്ടി വാടകപ്പണി ചെയ്ത് ജീവിക്കാതെ ഇനിയെങ്കിലും തിരിഞ്ഞു നോക്കൂടെ? വെറും നിസ്സാര തുകയ്ക്ക് കള്ളും ചിക്കനും കഴിച്ച് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ അവനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ നിങ്ങൾക്കെന്ത് തന്നു? മറ്റുള്ളവരുടെ നേരെ കുതിര കയറാതെ അവന്റെ മുഖത്ത് നോക്കി ചോദിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ അതാണ് ശരി. എടാ പാറേക്കാരാ, പാറേക്കാരാ, എന്താ സി കെ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പ്രത്യേകിച്ചൊരു കാര്യം? എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിങ്ങോട് തന്നേക്ക്. പലിശയും വേണ്ട, ലാഭവും വേണ്ട, മുതൽ മാത്രം തന്നാ മതി. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? തോന്നി തുടങ്ങിയിട്ട് കുറെ നാളുകളായി. എന്റെ പെങ്ങളുടെ വസ്തുവിറ്റ കാശ അന്ന് ഞാൻ നിനക്ക് തന്നത്. അതിപ്പോ കിട്ടണം. എന്റെ പെങ്ങളും പ്രായമായൊരു മോളും ഇന്ന് ആരോരുമില്ലാതെ കഷ്ടപ്പെടുക. ഈ ഒറ്റ കാരണം കൊണ്ട് ഞാൻ വീട്ടിൽ കയറിയിട്ട് വർഷം 3 ആയി. എന്തോന്ന് പെങ്ങളും മോളും? അവര് പോയി തൊലയട്ടെ. സി കെക്ക് ഞാനില്ലേ? ഇവിടെ എന്തൊരു കുറവ്? ഞാൻ ദിവസവും ചിക്കൻ റമ്മും വാങ്ങിച്ചിരുന്നില്ലേ? കള്ളും കോഴിയിറച്ചിയും വാങ്ങിത്തന്ന് നീ എന്നെ വിലയ്ക്ക് വാങ്ങി ലക്ഷങ്ങൾ സമ്പാദിച്ചില്ലേ? എന്റെ പെങ്ങളും മോളും എന്നെ വെറുത്തു. എനിക്ക് ആരും ഇല്ലാതായി. എനിക്ക് എന്റെ കാശ് കിട്ടണം. അത് വാങ്ങിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഓഹോ, അപ്പൊ കാശ് വാങ്ങാൻ തന്നെയാവും വന്നിരിക്കുന്നത്. തന്റെ കയ്യിൽ ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഈ സീക്ക് വിളിച്ചു കൂവും. നിന്റെ പങ്കുകാരൻ പ്രൊഫസർ ഇട്ടുണ്ണിയെ ഇൻകം ടാക്സുകാർക്ക് ഒറ്റുകൊടുത്തില്ലേ? മാറമ്പിൽ ഗോപാലകൃഷ്ണന് പാർട്ണർഷിപ്പിൽ 42 ലക്ഷം രൂപ പറ്റിച്ചതും അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാന് കൈക്കൂലി കൊടുത്ത് പുഴയ്ക്കൽ ഭൂമി മരവിപ്പിച്ചതും എനിക്കറിയാം. രജിസ്ട്രാറിന് കൈക്കൂലി കൊടുത്ത് അവരുമായി കൂട്ടുചേർന്ന് സർക്കാരിന് കിട്ടേണ്ട ലക്ഷക്കണക്കിന് രൂപയുടെ രജിസ്ട്രേഷൻ ഫീ വെട്ടിച്ചതും എനിക്കറിയാം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഭൂമി രാഷ്ട്രീയ സ്വാധീനവും കൈക്കൂലിയും കൊണ്ട് ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും വില കുറച്ചു വാങ്ങിയതും ഞാൻ വിളിച്ചു കൂവും. നിന്നെ ഞാൻ തറ പറ്റിക്കണ കഴിവരുടെ മോനെ. ഇറങ്ങി പോടാ അവിടുന്ന്. കാശും കൊണ്ടേ ഞാൻ പോവും. എടുക്കണ കാശ്. അമ്മാവാ, മോളെ, ഈ അമ്മാവനോട് പൊറുക്കൂ. എനിക്ക് ചതി പറ്റി. നമ്മുടെ വസ്തു വിറ്റ കാശ് തിരിച്ചു ചോദിച്ചപ്പോ ആ പാറക്കാരന് ഗുണ്ടകളും എന്നെ തല്ലി. സാരമില്ല അമ്മാവാ, പണം പോയെങ്കിലും അമ്മാവിനെ തിരിച്ചു കിട്ടിയല്ലോ. എത്ര നാളായി ഞാനും അമ്മയും പറയുന്നു അവരെയൊക്കെ വിട്ട് വീട്ടിൽ വരാൻ. എന്നിട്ട് കേട്ടില്ലല്ലോ. ഒരബദ്ധം പറ്റിപ്പോയി മോളെ. കൊടുത്ത കാശ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അവൻ പറയുന്നതും കേട്ട് ഇത്രയും നാൾ അവനോടൊപ്പം നിന്നത്. അമ്മാവൻ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ എങ്ങനെ എന്റെ പെങ്ങളുടെ മുഖത്ത് നോക്കും? അമ്മാവൻ വീട്ടിൽ വന്നാ മതി. അമ്മയ്ക്ക് എന്ത് സന്തോഷാവുന്നോ. വരൂ അമ്മാവാ. കാശും സ്വത്തൊക്കെ പോയെങ്കിലും എനിക്ക് എന്റെ ഏട്ടനെ തിരിച്ചു കിട്ടിയല്ലോ. ആരോരുമില്ലാതെ ഞാനും എന്റെ മോളും എങ്ങനെ കഴിഞ്ഞു കൂടുന്നെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. തെറ്റ് പറ്റിപ്പോയി പെങ്ങളെ. എല്ലാം ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ ഗായത്രിയെ നല്ലൊരാളുടെ കൂടെ നല്ല നിലയിൽ പറഞ്ഞയക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് കയ്യിലുണ്ടായിരുന്നതും നഷ്ടമായി. കുറ്റബോധം കൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. ഇനിയുള്ള കാലം എന്റെ പെങ്ങളെയും മോളെയും നോക്കി എനിക്ക് ജീവിക്കണം. അത് മതി, ഞങ്ങൾക്കത് മാത്രം മതി. പിന്നെ ചേട്ടനോടൊരു കാര്യം പറഞ്ഞില്ലല്ലോ. എന്താ പെങ്ങളെ? എന്റെ മോൻ ഇവിടെ വന്നിരുന്നു. ആര്? ഗായത്രിയുടെ ചേട്ടൻ. ഭാർഗവപിള്ളയുടെ മോനോ? അവൻ ഇവിടെ വന്ന വിവരം അവന്റെ അച്ഛൻ അറിഞ്ഞോ? അച്ഛൻ അറിഞ്ഞിട്ടില്ല. ചേട്ടൻ സിറ്റിയിൽ ഒരു കമ്പനി നടത്തുന്നുണ്ട്.
ചേട്ടൻ ഇവിടെ നല്ല നിലയിലാ. കാറും വീടും ഓഫീസും. നമ്മുടെ ഭാഗ്യം. അതാരാ? ഞാനറിയാതെ ഈ നഗരത്തിൽ ഇത്രയും വലിയൊരാള്. മോൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അവൻ സ്വന്തം അമ്മയെപ്പോലെ എന്നെ കാണുന്നത്. ചേട്ടൻ എന്നോട് എന്ത് സ്നേഹാണെന്നോ. ആ ചേട്ടൻ വന്നല്ലോ. ആ ഇത് അനന്തനല്ലേ? അനന്തനെ ചേട്ടൻ അറിയുവോ? അറിയോന്നാ? ഇവൻ മിടുമിടുക്കനല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ അമ്മാവിനെ കുറിച്ച്. ഇതാണ്. നമ്മൾ തമ്മിൽ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഉവ്വ് ഒന്നല്ല പലതവണ. കൊച്ചു കള്ള, നീ എന്റെ കുട്ടനാണെന്നുള്ള കാര്യം ഞാൻ അറിയാതെ പോയല്ലോ. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വന്നേ പാടാ. അയ്യോ മോളെ, ചേട്ടൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക. ആ മണ്ണാർക്കാട്ടിൽ കൂട്ടബലാത്സംഗം. 16 പ്രതികൾ ഒളിവിൽ. മുഖ്യപ്രതി പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്റെ പേര് വല്ലതും ആണോടാ അവർ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ നാട്ടിൽ മൊത്തം പാട്ടല്ലേ. മെയ്വേലിത്തറ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലാണ് ഇവിടെ കൂട്ടബലാത്സംഗം പെരുകുന്നത് എന്നൊരു സംസാരം നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ബാധിക്കുമല്ലോ പുഴു. അല്ല പഴു, അതിനൊരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിക്കാം. അതെന്താണ് നേതാവേ? നമ്മുടെ പാർട്ടിയുടെ മഹിളാ സംഘടന നാളെ ഒരു കൂട്ടധർണ സംഘടിപ്പിക്കണം. ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് തന്നെ നഗരത്തിലെമ്പാടും പോസ്റ്റർ നിരന്നിരിക്കണം. അപ്പോ അതിനുവേണ്ടിയുള്ള പണത്തിന് തുടങ്ങണ്ടേ നേതാവേ? അത് തന്നെയാണല്ലോ ആദ്യത്തെ പരിപാടി. ഹലോ, മെഴുവേലിത്തറ സ്പീക്കിംഗ്. ഹലോ, പിന്നെ മനസ്സിലായോ? ഞാൻ വിൽസൺ പാറയക്കാരൻ. ഓ വിൽസൺ, നീ എന്നാടാ പാറയക്കാരനായത്? നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലായി. മഹേന്ദ്രേട്ടന് പഴയ വിൽസന് മറക്കാൻ പറ്റുമോ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ കൊച്ചു കൊച്ചു ബിസിനസ്സുകളുമായി കഴിഞ്ഞുകൂടുന്നു. നിന്നെ കണ്ടിട്ട് ചെറിയ ബിസിനസ് ആണെന്ന് തോന്നുന്നില്ലല്ലോ. എന്താ പരിപാടി? റിയൽ എസ്റ്റേറ്റ്. ഇവിടെ ഞാനൊരു സാമ്രാജ്യം പടുത്തുയർത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. എനിക്ക് അന്നേ അറിയാം നീ രക്ഷപ്പെടുമെന്ന്. പണ്ടേ നിന്റെ കൗശലങ്ങൾ കുറെ കണ്ടവനല്ലേ ഞാൻ. നമുക്ക് എന്റെ ഓഫീസിലേക്ക് പോകാം. വർഷങ്ങൾക്ക് ശേഷം കാണുന്നതല്ലേ, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. ഏതായാലും നിന്നെ കണ്ടത് നന്നായി. ഇവിടെ ചിലപ്പോ നിന്റെ സഹായം വേണ്ടിവരും. തീർച്ചയായും. ഓക്കെ, കമോൺ. ഈ പെൺകുട്ടിയെ നഗരത്തിൽ എവിടെങ്കിലും വെച്ച് കണ്ടായി ഓർക്കുന്നു? ഇല്ല, മനസ്സിൽ ഇങ്ങനെ രൂപം ഓർമ്മ വരുന്നതേയില്ല. ഇവളെ തേടി ഞാൻ അലയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ നഗരത്തിൽ എവിടെയോ അവളുണ്ടെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഇവളെ എനിക്ക് വേണം, ജീവനോടെ. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. ഈ നഗരത്തിന്റെ ഏത് കോണിൽ ഒളിച്ചിരുന്നാലും ഇവളെ ഞാൻ പൊക്കിക്കൊണ്ടുവരും. ഈ വിൽസൺ പാറയക്കാരന് മഹേന്ദ്രനോട് മറക്കാനാകാത്ത കടപ്പാടുണ്ട്. നാളിന് ശേഷം കണ്ടുമുട്ടുന്നതല്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കണം വിൽസൺ. ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നെ ഏൽപ്പിക്കുന്ന ദിവസം നമ്മൾ ആഘോഷിക്കും. മതിമറന്ന് ആഘോഷിക്കും. തീർച്ചയായും. ബൈ ബൈ. ആരവിടെ? ഇവളെ ഓർമ്മയിൽ വെക്കണം. എവിടെ വെച്ച് കണ്ടാലും അപ്പോ എന്റെ അരികിലെത്തിക്കണം. ഓരോ നിമിഷവും ഞാൻ ഭീതിയുടെ നിഴലിലാണ്. അവൻ വരും. എപ്പോഴും അവന്റെ വരവ് പ്രതീക്ഷിക്കാം. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ഓർക്കണ്ട. ഞാനില്ലേ മൈക്ക്. അത് മാത്രമാണ് എന്റെ ആശ്വാസം. നമ്മുടെ ഈ അടുപ്പം എത്രയും വേഗം അപ്പുവിനെ അറിയിക്കണം. അല്ലെങ്കിൽ അപ്പു എന്നോട് വല്ലാതെ അടുപ്പം കാണിക്കുന്നു. ഇപ്പൊ തന്നെ നിങ്ങൾ തമ്മിൽ വളരെ അകന്നിട്ടുണ്ട്. നമ്മൾ വിവാഹിതരാകാൻ പോകുന്ന വിവരം അവൻ അറിയുമ്പോ അതൊരു ഷോക്കായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ അവനൊരു ഷോക്ക് ആവശ്യമാണ്. എന്തായാലും ഈ ഒരു ഇന്നലെ ഞാനോട് പറയാം. എന്താ പോരെ?
എന്താണോ